ഹലോ എവ്രി വൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ 9th സ്റ്റാൻഡേർഡ് ഫിസിക്സിന്റെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഗ്രാവിറ്റേഷന്റെ 3ാമത്തെ പാർട്ടുമായിട്ടാണ്. അപ്പോൾ ഇതുവരെയുള്ള ഭാഗങ്ങൾ കാണാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുള്ളത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് അല്ലേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ gravitational force is a force of mutual attraction. When the engine ceases working, the aeroplane falls down to the earth. But the earth does not move towards the aeroplane, even though the aeroplane attracts the earth. Why? Let's examine. Let's calculate the gravitational force between an aeroplane and the earth when the aeroplane of mass 10,000 kg is at a height 10 kilometer above the surface of earth. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഇത് ഭൂമിയാണെങ്കിൽ ഈ ഭൂമിയിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിക്കോട്ടെ. ഇപ്പൊ ഇവിടെ നമുക്കുള്ളത് ഒരു എയ്റോപ്ലെയിൻ ആണെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ എന്താ പഠിച്ചത്? ഭൂമി എയ്റോപ്ലെയിനിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട് അല്ലെ. ഈ സെയിം ഫോഴ്സ് തന്നെയാണ് നമ്മുടെ എയ്റോപ്ലെയിൻ ഭൂമിയിലേക്കും കൊടുക്കുന്നത് അല്ലെ. ഇനിയിപ്പോ ഈ എയ്റോപ്ലെയിനിന്റെ എഞ്ചിന് എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് എയ്റോപ്ലെയിന് തകർന്ന് വീഴാണ് എന്ന് വിചാരിക്കാം. അപ്പൊ എയ്റോപ്ലെയിൻ എങ്ങോട്ടേക്കാണ് വീഴുന്നത്? താഴോട്ടേക്കാണ് അല്ലെ, ഭൂമിയിലേക്കാണ് വീഴുന്നത്. പക്ഷെ ഭൂമി എയ്റോപ്ലെയിന്റെ അടുത്തേക്ക് മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലെ. ഭൂമി എയ്റോപ്ലെയിന്റെ അടുത്തേക്ക് മൂവ് ചെയ്യുന്നില്ല. അപ്പൊ ഇതിന്റെ കാരണം എന്തായിരിക്കും? കാരണം എന്താ? എയ്റോപ്ലെയിൻ ഭൂമിയിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഭൂമി എയ്റോപ്ലെയിനിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. രണ്ടും സെയിം ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എയ്റോപ്ലെയിൻ എന്താ? ഭൂമിയെ പിടിച്ചു വലിക്കണം അല്ലെ, ഭൂമി എയ്റോപ്ലെയിനെയും പിടിച്ചു വലിക്കണം അല്ലെ. ഇങ്ങനെയാണ് കിട്ടേണ്ടത് അല്ലെ. പക്ഷെങ്കിൽ എന്താണ്? എയ്റോപ്ലെയിൻ ആണ് താഴോട്ടേക്ക് വീഴുന്നത്, ഭൂമി മേലോട്ടേക്ക് അല്ലെ, എയ്റോപ്ലെയിന്റെ അടുത്തേക്ക് പോകുന്നില്ല. ഇതിന്റെ കാരണമാണ് നമ്മളൊരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യനിലൂടെ ചെയ്ത് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ്? ലെറ്റ്സ് കാൽക്കുലേറ്റ് ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ an aeroplane and the earth when the aeroplane of mass 10,000 kg is at a height 10 kilometer above the surface of the earth. അപ്പൊ ഇവിടെ എന്തായിരിക്കും നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാണുന്നത്? അതിന്റെ കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇത് എർത്ത്, ഇത് എയ്റോപ്ലെയിൻ. ഓക്കെ, അപ്പൊ ഈ എയ്റോപ്ലെയിന് താഴേക്ക് വീഴാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ആക്സിലറേഷൻ ഉണ്ട് അല്ലെ, ഒരു ആക്സിലറേഷൻ ഉണ്ട്. ഇനി നേരെ മറിച്ച് ഭൂമി എയ്റോപ്ലെയിനിലേക്ക് പോവാന്ന് പറയുന്നത് എന്താണ്? ഒരു ആക്സിലറേഷൻ ഉണ്ട് അല്ലെ. അപ്പൊ ഈ ആക്സിലറേഷൻ എന്താണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടും അല്ലെ. എന്തുകൊണ്ട് ഭൂമി എയ്റോപ്ലെയിൻ്റെ അടുത്ത് പോകില്ല, എന്തുകൊണ്ട് എയ്റോപ്ലെയിൻ ഭൂമിയിലേക്ക് വരുന്നതെന്ന് അല്ലെ. അപ്പൊ ഈ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് ഒറ്റൊരു വഴിയേ ഉള്ളൂ. എന്താണ്? എഫ് ഇസ് ഈക്വൽ ടു എം എ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ ആക്സിലറേഷൻ കാണണമെങ്കിൽ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു എന്താണ്? എഫ് ബൈ എം ആണ് അല്ലെ. എഫ് ബൈ എം ആണ്. ഈ ഫോഴ്സിന് കിട്ടണം അല്ലെ, ആക്സിലറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഫോഴ്സ് കണ്ടുപിടിക്കുന്നത്. കാരണം ഒറ്റൊരു ഫോഴ്സ് കണ്ടുപിടിച്ചാൽ മതി. എന്തുകൊണ്ടാണ്? ഭൂമി എയ്റോപ്ലെയിനിലേക്ക് കൊടുക്കുന്ന ഫോഴ്സും എയ്റോപ്ലെയിൻ ഭൂമിയിലേക്ക് കൊടുക്കുന്ന ഫോഴ്സും എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലെ. അതുകൊണ്ട് നമുക്ക് എന്ത് യൂസ് ചെയ്താൽ മതി? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷന്റെ ഇക്വേഷൻ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാനാവുന്നതേ ഉള്ളൂ. അപ്പൊ അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. എന്താണ് നമ്മളുടെ ഇക്വേഷൻ? എഫ് ഇസ് ഈക്വൽ ടു ജി എം എം ബൈ ആർ സ്ക്വയർ, ജി എം എം ബൈ ആർ സ്ക്വയർ അല്ലെ. ഈ ജിന്റെ വാല്യൂ എത്രയാണ്? 6.67 ഇൻറ്റു 10⁻⁻11 ആണ്, ഇൻറ്റു എം അല്ലെ, മാസ് ഓഫ് എർത്ത് ആണ് അല്ലെ. മാസ് ഓഫ് എർത്ത് നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചിട്ടുണ്ട്. എന്താണ്? 6 ഇൻറ്റു 10⁻24 കിലോ ആണ് അല്ലെ. ഇൻറ്റു എന്താണ്? മാസ്. എന്തിന്റെ മാസ്? എയ്റോപ്ലെയിൻ്റെ മാസ് എത്രയാണ്? 10,000 ആണ് അല്ലെ. 10,000 1 2 3 4 സീറോസ് ഉള്ളത് കൊണ്ട് നമുക്ക് പവറിലാക്കി എഴുതാൻ വേണ്ടി 10⁻4 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ, ഇനി ആരുണ്ട്? ആറുണ്ട് അല്ലെ. ആറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമ്മൾ റേഡിയസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പോൾ ഞാൻ ഇവിടെ വരക്കാം. ഇത് നമ്മളുടെ ഭൂമിയാണ്, ഇവിടെയാണ് നമ്മളുടെ എയ്റോപ്ലെയിൻ ഉള്ളത് അല്ലെ. അപ്പൊ നമുക്ക് ഇത്രയും ഡിസ്റ്റൻസ് അല്ലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇവിടുന്ന് ഇവിടത്തേക്കുള്ള അല്ലെ, ഇതിന്റെ വാല്യൂ നമുക്കറിയാം. അതെന്താണ്? റേഡിയസ് ഓഫ് ദി എർത്ത് അല്ലെ. റേഡിയസ് ഓഫ് ദി എർത്ത് എത്രയാണ്? 6.4 ഇൻറ്റു 10⁻6 ആണ് നമുക്കറിയാം. അപ്പൊ ഈ സർഫസ് വരെയുള്ള ഡിസ്റ്റൻസ് കിട്ടിയാൽ പോരാ, നമുക്ക് എവിടം വരെയുള്ള കിട്ടണം? ഈ സർഫസ് നിന്ന് എയ്റോപ്ലെയിനിലേക്കുള്ള ഡിസ്റ്റൻസും കൂടി കിട്ടണം അല്ലെ. അത് എത്ര ഇവിടെ തന്നിട്ടുള്ളത്? 10 കിലോമീറ്റർ ആണ് അല്ലെ. 10 കിലോമീറ്റർ ആണ്. കിലോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇൻറ്റു ഒരു 1000 കൂടി വേണം അല്ലെ, ഇൻറ്റു ഒരു 1000 കൂടി വേണം. അപ്പൊ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് കാണാൻ എന്ത് ചെയ്യണം? ഈ 6.4 ഇൻറ്റു 10⁻6 പ്ലസ്
ഈ ഒരു ഡിസ്റ്റൻസ് അല്ലേ 10 × 10,000 കൂടി വേണം അല്ലേ. നമുക്കിവിടെ എന്ത് എഴുതാം 6.4 × 10⁻6 പ്ലസ് എന്താണ് 10 × 1000. 10 × 1000 എത്ര 10,000 എന്ന് കിട്ടും അല്ലേ 10,000 എന്ന് കിട്ടും. ഓക്കെ, ഇനി എന്താ r² ആണ്, ഇത് r മാത്രമാണ്, ഇതിന്റെ സ്ക്വയറും കൂടി ഉണ്ട്. ഓക്കെ, ഇനി നോക്കിയോളെ. ഇനി 6.676 മേലെ നമ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഞാൻ ഒരുമിച്ച് എഴുതാനായിട്ട് പോവാണ്. അപ്പോൾ 6.67 × 6. ഓക്കെ, ഇതിനെയും ഞാൻ ഒരുമിച്ച് എഴുതി ഇൻറ്റു. ഇനി എന്തുണ്ട് 10⁻11 ഉണ്ട്, 10⁻24 ഉണ്ട്, 10⁻4 ഉണ്ട് അല്ലേ. അപ്പൊ നോക്ക് 10⁻24ഉം 4ഉം അല്ലേ രണ്ടും പോസിറ്റീവാ. അപ്പൊ നമുക്ക് ഇത് എന്ത് ചെയ്യാം ആഡ് ചെയ്യാം അല്ലേ. അപ്പൊ എന്ത് കിട്ടും 28 എന്ന് കിട്ടും അല്ലേ 10⁻28. പിന്നെ ഇവിടെ വേറൊരാളും കൂടി ഉണ്ട്, ആരാണ് -11 ഉണ്ട് അല്ലേ. -11 വരുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം അല്ലേ. ഒന്ന് പോസിറ്റീവ് ആണ്, ഒന്ന് നെഗറ്റീവ് ആണ്. അപ്പൊ എന്ത് വരും 28 - 11. 28 - 11 എത്ര കിട്ടും 17 കിട്ടും. സൈൻ ഏതായിരിക്കും പ്ലസ് ആയിരിക്കും, കാരണം 28 ആണ് വലുത്. ഓക്കെ, അപ്പൊ ഇൻറ്റു 10⁻17. അപ്പൊ ന്യൂമറേറ്റർ പാർട്ട് ഓക്കെ. ഇനി നോക്ക്, ഇനി ഡിനോമിനേറ്റർ പാർട്ട് ശരിയാക്കണം. നോക്ക് 6.4 × 10⁻6 പ്ലസ് 10,000 എന്നാണ് ഉള്ളത് അല്ലേ. അപ്പൊ ഇത് രണ്ടും എന്ത് ചെയ്യണം നമ്മൾ ആഡ് ചെയ്യണം അല്ലേ. അപ്പൊ 6.4 × 10⁻6 അല്ലേ. അപ്പൊ 6.4 × 10⁻6 എന്ന് പറയുമ്പോൾ എന്താ 1 2 3 4 5 6 ഇത്രയും സീറോസ് വരും അല്ലേ. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, അപ്പൊ ഈ ഒരു സീറോസ് എന്ത് ചെയ്യും ക്യാൻസൽ ആവും. അപ്പൊ ഈ ഒരു പോയിന്റ് പോകും. അപ്പൊ ബാക്കി എത്രയാ വരിക 64 × 1 2 3 4 5 അല്ലേ 5 സീറോസ് വരും. അപ്പൊ എന്ത് വരും 64ഉം 1 2 3 4 5 സീറോസും വന്നു അല്ലേ. പ്ലസ് എന്തിൻ്റെ കൂടെയാ പ്ലസ് ചെയ്യേണ്ടത് 10,000ൻ്റെ കൂടെയാ പ്ലസ് ചെയ്യേണ്ടത് അല്ലേ. 10,000ൻ്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ പ്ലസ് ചെയ്ത്. അപ്പോൾ എന്ത് വരും 0 0 0 0 0 1 4 6 ഇത്രയും വരും അല്ലേ. 641 0 0 0 0 എന്ന് നമുക്ക് കിട്ടും. അപ്പം ഇത് കുറച്ചധികം സീറോസ് ഒക്കെ ഉള്ളത് കൊണ്ട് ഇതിങ്ങനെ നീട്ടി വലിച്ചു കൊണ്ടുപോകാന്ന് പറയുന്നത് കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇത് നമുക്ക് പവേഴ്സ് ആക്കി എങ്ങനെ എഴുതാം. ഇവിടെ 6ന്റെ ഇവിടെ ഞാനൊരു പോയിന്റ് ഇട്ടെന്ന് വിചാരിക്കും. അപ്പോൾ 6.41 എന്ന് വരും അല്ലേ. ഇൻറ്റു 10⁻, ഇവിടെയാണ് പോയിന്റ് ഉള്ളത്. അപ്പൊ എത്ര സീറോസ് ഇടണം 1 2 3 4 5 6 അല്ലേ ഇൻറ്റു 10⁻6 എന്ന് കിട്ടും. അപ്പൊ ഡിനോമിനേറ്ററിൽ എന്ത് വരും 6.41 ഇൻറ്റു 10⁻6 എന്ത് വരും സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ അല്ലേ. യെസ്, ഇനി നമുക്ക് ഇതൊന്നും കൂടി സോൾവ് ചെയ്തെടുക്കാം. 6.67 × 6 ചെയ്യണം അല്ലേ. 6.67 × 6 6 7 42 4 6 6 36 പ്ലസ് 4 40 വരും അല്ലേ 4. അപ്പൊ 6 6 36 പ്ലസ് 4 40 വരും. ഇനി എന്തുണ്ട് ഇവിടെ 2 ഡെസിമൽ പോയിന്റ് ഉണ്ട് അല്ലേ. അപ്പോൾ 2 ഡെസിമൽ പോയിന്റ് വരുമ്പോൾ ഈ ഒരു ഇവിടെ പോയിന്റ് വരും. അപ്പൊ നമ്മളുടെ ന്യൂമറേറ്റർ എന്തായി മാറി 40.02 × 10⁻17. ഞാനിങ്ങനെ ഓരോരോ സ്റ്റെപ്പും പറയുന്നത് നിങ്ങൾക്ക് ഇതുപോലെയുള്ള വേറെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യേണ്ടതെന്നുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ സിമ്പിളാക്കി പറഞ്ഞു തരുന്നത് കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് 6.67 × 6 ഇത്രയാണ് വരിക, ഇതിന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ഫൈനൽ ആൻസർ ഇങ്ങനെ കിട്ടും എന്ന് എനിക്ക് പറഞ്ഞു പോയി കഴിഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ കുറച്ചും കൂടി നല്ലത് ഇതാണെന്ന് തോന്നുന്നു. അപ്പം മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് അറിയാത്തവർ ഒന്ന് ഞാൻ ചെയ്യുമ്പോൾ തന്നെ കൂടെ ചെയ്തോളാം കേട്ടോ. ഇത് അല്ല ഇതെനിക്ക് അറിയാവുന്നതാണെങ്കിൽ യു ക്യാൻ സ്കിപ്പ് ദിസ് പാർട്ട്. ഓക്കെ. അപ്പോൾ ഡിവൈഡഡ് ബൈ ഇനി എന്ത് വേണം 6.41 × 10⁻6ന്റെ സ്ക്വയർ ഉണ്ട് അല്ലേ. അപ്പോൾ 6.41ന്റെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ 641 × 641 അല്ലേ. സ്ക്വയർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുകൂടി മൾട്ടിപ്ലൈ ചെയ്യാന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ 1 × 1 1 4 × 1 4 6 × 1 6 അല്ലേ. ഇനി എന്ത് ചെയ്യണം 4 × 1 4 4 4 16 1 ബാലൻസ് ഉണ്ട് 6 4 24 പ്ലസ് 1 25 അല്ലേ. ഇനി 2 സീറോസ് ഇട്ട് 6 × 1 6 6 × 4 24 2 ബാലൻസ് ഉണ്ട് 6 6 36 പ്ലസ് 2 38 എന്ന് കിട്ടി. ഇനി 1 കിട്ടി 4 4 8 6 6 പ്ലസ് 6 പ്ലസ് 6 18 ആണ് ബാലൻസ് 1
5 + 5 10 ആണ്, ബാലൻസ് 1. 8 + 2 10 ആണ്, 10 + 1 11, ബാലൻസ് 1. 3 + 1 4 അല്ലേ. അപ്പോൾ 410881 എന്ന് കിട്ടി. ഇതാണോ നമ്മളുടെ ആൻസർ? അല്ല. കാരണം എന്തിവിടെ ഇവിടെ ഒരു ഡെസിമൽ പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു ഡെസിമൽ പോയിന്റ് ഉണ്ട് അല്ലേ. അപ്പോൾ മൊത്തം നമുക്ക് എത്ര ഡെസിമൽ പോയിന്റ് ഉണ്ട്? 1 2 3 4 അല്ലേ. അപ്പോൾ അത്രയും ഡെസിമൽ പോയിന്റ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ 1 2 3 4. അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ പോയിന്റ് വരാം. അപ്പം എന്ത് ചെയ്താൽ 41.0881 എന്ന് കിട്ടും അല്ലേ. ഇൻറ്റു എന്തുണ്ട്? 10⁻⁶ സ്ക്വയർ. 10⁻⁶ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? 10⁻12 ആണ് അല്ലേ. 10⁻12. അപ്പം ഇങ്ങനെയുള്ള ഭയങ്കര വലിയ വാല്യൂസ് വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ പവേഴ്സിലാക്കി മാറ്റി കഴിഞ്ഞാൽ കുറച്ചും കൂടി സിമ്പിളായിരിക്കും. പവേഴ്സിലേക്ക് മാറ്റി അപ്പോൾ ഒരേപോലെയുള്ള സൈനിനെ ആഡ് ചെയ്യുക, ഡിഫറെൻറ്റ് സൈൻസ് ആണ് സബ്ട്രാക്ട് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുക. ഓക്കെ. ഇനി എന്ത് ചെയ്യണം? 10⁻12 താഴെ ഉണ്ട്, 10⁻17 ഇവിടെ ഉണ്ട്, മേലെ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ 10⁻12നെ നമുക്ക് എവിടത്തേക്ക് കൊണ്ടുപോകാം? മേലോട്ടേക്ക് കൊണ്ടുപോകാം അല്ലേ. അപ്പം നമ്മളുടെ വാല്യൂ എങ്ങനെയായിട്ട് മാറും? 40.02 ഇൻറ്റു 10⁻17 ഇൻറ്റു 10⁻12 താഴെ പോസിറ്റീവ് ആയിരുന്നു, അപ്പം മേലോട്ടേക്ക് എത്തുമ്പോൾ അതെന്താവും? 10⁻−12 ആവും. ഇവിടെ പോസിറ്റീവ് ഉള്ളതിന് മേലോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ -12 ഡിവൈഡഡ് ബൈ എന്ത് വരും? 41.0881 എന്ന് കിട്ടും. 41.0881. ഓക്കെ. അപ്പം നമുക്ക് നോക്കാം. 40.02 ഇൻറ്റു 10⁻17 ഇൻറ്റു 10⁻−12 അല്ലേ. ഒന്ന് 17 ആണ്, ഒന്ന് -12 ആണ്. അപ്പം എത്ര കിട്ടി? 5 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 10⁻5 ഡിവൈഡഡ് ബൈ എന്താണ്? 41.0881 എന്ന് കിട്ടും. 41.0881 എന്ന് കിട്ടും. ഓക്കെ. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്ത് മാറ്റണം. ഡിവൈഡ് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ നോക്ക്, ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 1 2 3 4 ഡെസിമൽ പ്ലേസസ് ഉണ്ട്. അപ്പോൾ ഈ ഡെസിമൽ പ്ലേസ് മാറ്റാൻ വേണ്ടി ഇൻറ്റു എത്ര ചെയ്യണം? 1 2 3 4 ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡെസിമൽ പ്ലേസ് മാറും. അപ്പം താഴെ ചെയ്ത് കഴിഞ്ഞാൽ മേലെയും എന്ത് ചെയ്യണം? അത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം അല്ലേ. അത് തന്നെ ചെയ്യണം. ഞാനിവിടെ കാൽക്കുലേഷൻ ചെയ്ത ഈ ഒരു ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഭാഗം ഒന്ന് ഇറേസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം നമുക്കിനി സ്പേസ് ഇല്ലല്ലോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇറേസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ടേക്ക് മാറ്റി ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാർട്ട് മാത്രം, അതായത് നമ്മൾ ആഡ് ചെയ്തതും മൾട്ടിപ്ലൈ ചെയ്തതും പാർട്ടില്ലേ, ആ പാർട്ട് മാത്രമാണ് ഞാൻ ഒന്ന് റിമൂവ് ആക്കുന്നത് കേട്ടോ. കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇല്ലാണ്ട് പുതിയ വേറൊരു പേജൊക്കെ എടുത്ത് ചെയ്യുമ്പോഴേക്കും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. ഓക്കെ. ഓക്കെ. അപ്പം ഇത്രയും കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തി. ഇനി നോക്ക്, ഇവിടെ 40.02 എന്ത് വരും? 40.02 ഇൻറ്റു 10⁻5 ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇത് എത്രയാണ്? 10⁻4. അപ്പം എന്ത് വരും? 10⁻5 ഇൻറ്റു 10⁻4 എത്രയാണ്? 10⁻9 ഡിവൈഡഡ് ബൈ എന്ത് വരും? ഇവിടുത്തെ പോയിന്റ് മാറി കിട്ടും അല്ലേ. പോയിന്റ് മാറി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാവും? 41.0881 എന്ന് കിട്ടും. 41.0881 എന്ന് കിട്ടും. ഇനി ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് അല്ലേ. ആ പോയിന്റ് മാറ്റി ഇത്രയും സീറോസ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് വ്യത്യാസമാണ് വരിക? ഇവിടെ 2 പോയിന്റ് അല്ലേ. 2 പോയിന്റ് മാറ്റുമ്പോഴേക്കും ഇവിടെ 10⁻7 വരും അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം? 40.02ഉം 10⁻7 ആണെങ്കിൽ 1 2 3 4 5 6 7 ഡിവൈഡഡ് ബൈ എന്ത് വരും? 41.0881. 41.0881. ഇത്രയും കോംപ്ലിക്കേഷൻസിൽ പോവേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് വെട്ടിയൊക്കെ എഴുതാനായിട്ട് പറ്റും. പക്ഷെ അത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാവും എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിനൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ എത്രയാണുള്ളത്? 4002 1 2 3 4 5 6 7 1 2 3 4 5 6 7. പിന്നെ പുറത്താരാണുള്ളത്? 41.0881. 41.0881. ഇത്രയും കാര്യത്തിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അല്ലേ. പിന്നെ എന്ത് ചെയ്യണം? ഇതിനെ ഡിവൈഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. 41.0881 41.0881. അപ്പോൾ 1 ടൈംസ് ഒന്നും പോകില്ല അല്ലേ. അപ്പോൾ നമുക്ക് ഏകദേശം 9 ടൈംസ് എത്രമാത്രം പോകുമെന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ 41.0881 ഇൻറ്റു 9 നോക്കാം. 9 8 9 എത്രയാണ്? 8 9 72 അല്ലേ. 2 വന്ന് 7 വന്ന് 72. 72 + 7 79. 7 ബാലൻസ് 0 × 9 0 0 + 7 7 1 × 9 9
9 4 എത്രയാണ്? 9 4 36 ആണ് അല്ലേ? അപ്പോൾ ഇത് 9 ടൈംസ് പോകില്ലേ? അപ്പോൾ 9 ടൈംസ് എത്രയാണ്? 3 6 9 7 9 2 9 3 6 9 7 9 2 9 എന്ന് കിട്ടി. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഇതിനെ ഒന്ന് സബ്ട്രാക്ട് ചെയ്ത് എടുക്കണം. അപ്പം ഇവിടെ 10 ആവും, ഇവിടെ എന്താവും? 9 ആവും. പിന്നെ ഓക്കെ, ഇവിടുത്തെ അല്ലേ, ഇത് 0 വേറെ, ഈ 0ൻ്റെ. അപ്പം ഇവിടെ 10 ആവും, ഇവിടെ 9 ആവും, ഇവിടെ എന്താണ്? 9 ആവും, ഇവിടെ എന്താവും? ഇവിടെ 1 ആയിട്ടുണ്ടാവും അല്ലേ? ഇവിടെ 1 ആയിട്ടുണ്ടാവും. 1 കുറക്കാനായിട്ട് പറ്റൂല. അപ്പം ഇവിടുന്ന് നമ്മൾ ബോറോ ചെയ്യണം. അപ്പം ഇവിടെ 3 ആവും, ഇവിടെ 9 ആവും, ഇവിടെ 9 ആവും, ഇവിടെ 11 ആവും അല്ലേ? അപ്പം 10 മൈനസ് 9 എത്രയാ? 1. 9 മൈനസ് 2 എത്രയാ? 7. 9 മൈനസ് 9 0 അല്ലേ? പിന്നെ ഇവിടെ 11 ഉണ്ട് അല്ലേ? 11 മൈനസ് 7 4 അല്ലേ? 4 വന്ന്. പിന്നെ 9 മൈനസ് 9 0 വന്ന്. 9 മൈനസ് 6 എത്രയാണ്? 9 മൈനസ് 6 3 വന്ന്. 3 മൈനസ് 3 0. അപ്പം 3 0 4 0 7 1 എന്ന് കിട്ടി. അതും ഇതിൽ പോകില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഒരു 0നെയും കൂടി എന്ത് ചെയ്യണം? ഇറക്കിയിടണം അല്ലേ? അപ്പം ഒരു 0നെ നമ്മൾ താഴ്ത്തിയിട്ട്, ഒരു 0നെയും കൂടി നമ്മൾ താഴ്ത്തിയിട്ട്. അപ്പം ഇനി 9 ടൈംസ് പോവോ? ഇല്ല. 3 6 9 7 9 2 9. 3 6 9 7 9 2 9 ആണെങ്കിൽ 9 ടൈംസ് പോവും. 8 ടൈംസ് പോവോ? 8 ടൈംസും വരാനുള്ള സാധ്യത കുറവാണ്. അപ്പം നമുക്കൊരു 7 ടൈംസ് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ 4 1 0 8 8 1 ഇൻറ്റു 7. അപ്പം എത്ര കിട്ടി? 7 8 7 56 5 ബാലൻസ് 8 7 56 56 പ്ലസ് 5 61 6 0 ഇൻറ്റു 7 0 0 പ്ലസ് 6 6 1 ഇൻറ്റു 7 7 7 4 28. അപ്പോൾ ഈ ഒരു വാല്യൂ കിട്ടി. അപ്പോൾ ഇവിടെ എന്ത് ചെയ്ത്? നമ്മൾ 7 എന്ന് എഴുതി. ഇനി ഇത് എഴുതാൻ പോവാം. 2 8 7 6 1 6 7. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? 10ന്ന് 7 കുറച്ച് കഴിഞ്ഞാൽ എത്രയാ? 3 വരും അല്ലേ? ഇവിടെ അപ്ലേക്ക് 0 ആയിട്ടുണ്ടാവും, ഇവിടെ 6 ആയിട്ടുണ്ടാവും, ഇവിടെ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ 10 ആവും അല്ലേ? അപ്പം 10 മൈനസ് 6 എന്താണ്? 4 ആണ്. പിന്നെ എന്താണ്? ഇവിടെ 6 മൈനസ് 1 5 ആണ്. ഇവിടെ 0 മൈനസ് 6 പോസിബിൾ അല്ല. അപ്പം ഇവിടെ 3 ആയി, ഇവിടെ 10 ആയി. പിന്നെ 10 മൈനസ് 6 4 ആണ്. 3 മൈനസ് 7 പോസിബിൾ അല്ല. അപ്പം ഇവിടെ നിന്ന് കൊടുക്കുക. അപ്പം ഇവിടെ 2 ആയി, ഇവിടെ 9 ആയി, ഇവിടെ എത്രയായി? 13 ആയി അല്ലേ? 13 മൈനസ് 7 എത്രയാ? 6 അല്ലേ? അപ്പം 9 മൈനസ് 8 1 0 1 6 4 5 4 3 എന്ന് കിട്ടി അല്ലേ? ഇനി എന്ത് ചെയ്യുക? ഇനിയും ഇതിനിങ്ങനെ ഡിവൈഡ് ചെയ്ത് നമ്മൾ പോവേണ്ടതായിട്ടുണ്ട്. ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 7 ടൈംസ് ഇനി പോകാനുള്ള ചാൻസ് വളരെ കുറവാണ് അല്ലേ? പിന്നെ എന്താ? ഒരു 4 ടൈംസ് പോകും. നമുക്ക് നോക്കാം. 4 ടൈംസ് 4 1 0 8 8 1 ഇൻറ്റു 4 നോക്കാം. 8 4 32 3 8 4 32 പ്ലസ് 3 35 3 0 ഇൻറ്റു 4 0 പ്ലസ് 3 3 1 ഇൻറ്റു 4 4 4 4 16. അപ്പോൾ 1 6 4 3 5 2 4 1 6 4 3 1 6. ഇനി ഇവിടെ ഒരു 0 കൂടി ഇറക്കിയിടണ്ടേന, അത് നമ്മൾ ചെയ്യാൻ വിട്ടുപോയി അല്ലേ? ഇവിടെ ഒരു 0 കൂടി വരും അല്ലേ? അപ്പം നമ്മളിങ്ങനെ ചെയ്ത് പോയി 9 7 4 വരെ എത്തി അല്ലേ? ഇനി മറ്റേ 0നും കൂടി ഇറക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്രയായിരിക്കും വാല്യൂ കിട്ടുക? ഏകദേശം 97400 ന്യൂട്ടൺ എന്നാണ് കിട്ടുക. ബാക്കി നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. കുറച്ച് സ്റ്റെപ്സ് ഞാൻ ചെയ്ത് കാണിച്ചു തന്നല്ലോ അല്ലേ? അപ്പം ഇതുപോലെ എന്ത് ചെയ്യുക? ഇതുപോലെ ബാക്കി സ്റ്റെപ്പും കൂടി ചെയ്യാം. അപ്പം നമ്മളുടെ ആ ഫോഴ്സിന്റെ വാല്യൂ കിട്ടുന്നതാണ് 97400 ന്യൂട്ടൺ. 97400 ന്യൂട്ടൺ എന്നാണ് നമുക്കിവിടെ കിട്ടുക. ഓക്കെ, അപ്പൊ ഇത്രയും ഫോഴ്സ് നമുക്ക് കിട്ടി. അപ്പൊ ഈ സെയിം ഫോഴ്സ് തന്നെയായിരിക്കും എയ്റോപ്ലെയിന് നമ്മുടെ ഭൂമിയിലേക്ക് കൊടുക്കുന്ന ഫോഴ്സും ഭൂമി എയ്റോപ്ലെയിനിലേക്ക് കൊടുക്കുന്ന ഫോഴ്സും ഉണ്ടാവും. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഇനി നമുക്ക് ഫോഴ്സ് കിട്ടി. ഇനി എന്ത് ചെയ്യാം? ആക്സിലറേഷൻ കാണാം അല്ലേ? നമ്മുടെ ആക്സിലറേഷൻ കാണേണ്ട ഇക്വേഷൻ എന്താ? F=ma ആണ് അല്ലേ? ഇവിടെ വെറും ആക്സിലറേഷൻ അല്ല, എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയതുകൊണ്ട് G എന്ന് കിട്ടും അല്ലേ? അപ്പൊ G is equal to എന്തായിരിക്കും? G equal to F/m ആയിരിക്കും അല്ലേ? F/m. F എത്രയാണ്? 97400 എന്നാണ് കിട്ടിയത്. ഡിവൈഡഡ് ബൈ m. m എന്താണ്? ഇത് നമ്മൾ എയ്റോപ്ലെയിന് ദിസ് ഇസ്
എയറോപ്ലെയിന് ഭൂമിയിലേക്ക് ഏർത്തിലേക്ക് കൊടുക്കുന്നതാണ് കാണുന്നത്. അപ്പൊ എന്തിന്റെ മാസം എടുക്കുക? എയറോപ്ലെയിന്റെ മാസം അല്ലെ. എയറോപ്ലെയിന്റെ മാസം എത്രയായിരുന്നു? 10,000 ആയിരുന്നു അല്ലെ. 10,000. ഈ 00 വെട്ടി, ഈ 00 വെട്ടി. ഇവിടെ 2 പോയിന്റ് ഇട്ട്, അപ്പൊ 2 പോയിന്റ് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ 9.74 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി. 9.74 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി എന്ത് ചെയ്യാ? ഇതാണ് എന്ത്? എയറോപ്ലെയിൻ്റെ ആക്സിലറേഷൻ. അതായത് ഇത് ഭൂമിയാണെങ്കിൽ ഇത് എയറോപ്ലെയിൻ ആണ് അല്ലെ. എയറോപ്ലെയിൻ്റെ എഞ്ചിന് സീസ് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വീഴുക അല്ലെ. താഴേക്ക് വീഴുന്ന ആക്സിലറേഷൻ എത്രയാണ്? 9.74 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഭൂമിക്ക് കിട്ടിയിട്ടുള്ള ആക്സിലറേഷൻ എത്രയാണെന്ന് കൂടി നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പൊ ഭൂമിയുടെ ആക്സിലറേഷൻ ആണ് നമ്മൾ അടുത്തത് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ G = എന്തെന്നെ? F/m അല്ലെ. F എന്താണ്? 97400 ഡിവൈഡഡ് ബൈ m. ആരെ m? ഭൂമിയുടെ m അല്ലെ. ഭൂമിയുടെ m എത്രയാണ്? 6 × 10⁻²4. 6 × 10⁻²4. അപ്പൊ എന്ത് വരും? 24നെ മേലോട്ടേക്ക് പോകുമ്പോൾ എന്താവും? 97400 × 10⁻² ഡിവൈഡഡ് ബൈ 6 എന്ന് കിട്ടും അല്ലെ. ഈ 97400/6 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 1.6 × 10⁻² എന്ന് കിട്ടും. 10⁻² എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അത്രയും വളരെ ചെറുതാണ് എന്നാണ് അർത്ഥം അല്ലെ. ഇതിവിടെ നോക്കുങ്ങൾ, ഇതാ 1 2 3 4 5 6 7 8 9 10 11 12 13 14 അത്രയും എത്രയാണ്? 20 അല്ലേ. 20ാമത്തെ പ്ലേസിലാണ് 1ഉം 6ഉം വരുന്നത് അല്ലെ. 1 വരുന്നത് അല്ലെ. അപ്പൊ അത്രയും ചെറിയ ആക്സിലറേഷൻ 0.000 ഇങ്ങനെയാ ഉള്ളത് അല്ലെ. എന്തിന്റെ ആക്സിലറേഷൻ? ഭൂമിയുടെ ആക്സിലറേഷൻ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഭൂമിയുടെ ആക്സിലറേഷൻ ഓൾമോസ്റ്റ് ഈക്വൽ ടു എന്താണ്? 0 ആണ് അല്ലെ. ഓൾമോസ്റ്റ് എന്താണ്? 0 ആണ്. പക്ഷേ നമുക്കറിയാം എന്താണ്? എയറോപ്ലെയിൻ ഭൂമിയിലേക്ക് കൊടുക്കുന്ന ഫോഴ്സും ഭൂമി എയറോപ്ലെയിൻ കൊടുക്കുന്ന ഫോഴ്സും എന്താണ്? സെയിം ആണ്. പക്ഷെങ്കിൽ കൂടി എന്താണ്? എയറോപ്ലെയിൻ ഭൂമിയിലേക്കുള്ള ആക്സിലറേഷനും ഭൂമിക്ക് എയറോപ്ലെയിനിലേക്കുള്ള ആക്സിലറേഷൻ നല്ല എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായിട്ടുള്ളത്? ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, എയറോപ്ലെയിനുമുണ്ട് ഭൂമിയുമുണ്ട്. എയറോപ്ലെയിൻ്റെ മാസ് എന്താണ്? 10,000 സംതിങ് അങ്ങാനായിരുന്നു. ഭൂമിയുടെ മാസ് എന്തായിരുന്നു? 6 × 10⁻²4 അല്ലേ. ഇവിടെ വലിയ മാസ് ആർക്കാണുള്ളത്? ഭൂമിക്കാണുള്ളത് അല്ലേ. ചെറിയ മാസ് ആർക്കാണുള്ളത്? എയറോപ്ലെയിനാണുള്ളത്. അപ്പം നമുക്ക് പറയാം, ഒരു ചെറിയ മാസും ഒരു വലിയ മാസും ഉണ്ടെങ്കിൽ വലിയ മാസുള്ള ഒബ്ജക്റ്റിന് എന്താണ്? ആക്സിലറേഷൻ എന്തായിരിക്കും? ആക്സിലറേഷൻ വിൽ ബി ലെസ്സർ. പക്ഷെങ്കിൽ ചെറിയ മാസും വലിയ മാസും ഉള്ള സ്ഥാനത്ത് ചെറിയ മാസിന് ആക്സിലറേഷൻ കൂടുതലും വലിയ മാസിന് ആക്സിലറേഷൻ വിൽ ബി ലെസ്സറും ആയിരിക്കും. അതാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയ ഒരു ഐഡിയ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമ്മൾ ചോദിച്ചിട്ടുണ്ട് അല്ലെ ഫസ്റ്റിൽ, ഇത് ഭൂമി, ഇത് എയറോപ്ലെയിൻ ആണെങ്കിൽ എയറോപ്ലെയിൻ താഴോട്ടേക്ക് വീഴുന്നുണ്ട്, പക്ഷെങ്കിൽ ഭൂമി എയറോപ്ലെയിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല. അതിന്റെ കാരണം എന്താ? ഭൂമിയുടെ മാസ് ഗ്രേറ്റർ അല്ലെ. ഗ്രേറ്റർ മാസ് ഉള്ളത് കൊണ്ട് ഭൂമിക്ക് ആക്സിലറേഷൻ ഉണ്ടാവില്ല. ആക്സിലറേഷൻ അപ്രോക്സിമേറ്റ്ലി അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ടാണ് ഭൂമി എയറോപ്ലെയിനിലേക്ക് പോവാത്തത്. ഇൻസ്റ്റെഡ് എയറോപ്ലെയിൻ കംസ് ടു എർത്ത് ആണ്. ഓക്കെ, അതാണ് നമുക്ക് ഇവിടുന്ന് കിട്ടിയത്. ഓക്കെ, when the same force is applied, objects with a greater mass will experience lesser acceleration. When the same force is applied, objects with a greater mass will experience lesser acceleration ആണ് നമുക്ക് ഈ ഒരു കാര്യത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തതാണ്, will the values of acceleration due to gravity on the earth and the moon be the same? എർത്തിലുള്ളയും മൂണിലുള്ളയും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സെയിം ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആയിരിക്കുമോ? ആയിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ എന്താ? ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് പോകുന്ന ആൾക്കാർ ഒരു വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. അതിന്റെ കാരണം എന്താ? ഭൂമിയിലുള്ള ആക്സിലറേഷനും മൂണിലുള്ള ആക്സിലറേഷനും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് അല്ലെ. ചന്ദ്രൻ നമ്മൾ പറന്നു പോകുന്നത് പോലെ തോന്നും അല്ലെ. പറന്നു പോവുക. കാരണം എന്താണ്? അവിടെ ഗ്രാവിറ്റി, മൂണിന്റെ ഗ്രാവിറ്റി കുറവാണ് അല്ലെ. ഗ്രാവിറ്റി കുറവാണെങ്കിൽ മൂണിന് ഈ ഒരു പിടിച്ചു വലിക്കുന്ന എന്താണ്? കുറവായിരിക്കും അല്ലെ. അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി നല്ല വെയിറ്റ് ഉള്ള ഡ്രസ്സസ് ഒക്കെ ഇട്ടിട്ടാണ് മൂണിൽ പോവുക. അപ്പൊ നമ്മൾ എർത്തിന്റെയും മൂണിന്റെയും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് കാണാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്കറിയാം എർത്തിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയായിരുന്നു? 9.8
മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ. ഇനി മൂണിന്റെ കാണാൻ നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യുക? നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? ജി ഈസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ അല്ലെ. ജി ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ. ജി എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണോ? അല്ല. എന്താണ്? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ് അല്ലെ. അപ്പൊ എന്താണ്? 6.67 ഇൻറ്റു 10⁻⁻11 ഇൻറ്റു മാസ് ഓഫ് മൂൺ ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 7.34 ഇൻറ്റു 10⁻22. 7.34 ഇൻറ്റു 10⁻22 ഡിവൈഡ് ബൈ റേഡിയസ് ഓഫ് ദ മൂൺ എത്ര? 1.74 ഇൻറ്റു 10⁻6. 1.74 ഇൻറ്റു 10⁻6ന്റെ സ്ക്വയർ. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സോൾവ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ലാസ്റ്റിലുള്ള ഈ ജി വാല്യൂ മാത്രം പഠിച്ചാൽ മതി. ജി മൂൺ ഇസ് ഈക്വൽ ടു 1.62 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. എത്രയാണ്? 1.62 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പൊ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 1.62. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ എർത്ത് എത്രയാണ്? എർത്തിലാണെങ്കിൽ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും മൂണിലാണെങ്കിൽ അത് എത്രയാണ്? മൂന്നിലാണെങ്കിൽ 1.62 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും ആയിരിക്കും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും മൂണില് അല്ലെ, മൂണിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണ്? കുറവാണ്. അതുകൊണ്ടാണ് ആൾക്കാർ മൂണിലേക്ക് പോകുമ്പോൾ നല്ല വെയിറ്റ് ഉള്ള ഡ്രസ്സസ് ഒക്കെ ഇട്ട് പോകുന്നത്. ഓക്കെ. ഇനി ഇവിടെ ഒരു റേഷ്യോ കാണുന്നുണ്ട്, ജി മൂൺ ബൈ ജി എർത്ത്. ജി മൂൺ ബൈ ജി എർത്ത് അതെങ്ങനെ കാണാം? ജി മൂൺ എത്രയാണ്? 1.62 ഡിവൈഡ് ബൈ ജി എർത്ത് എത്രയാണ്? 9.8 ആണ്. 9.8. ഓക്കെ. ഇനി ഇതൊന്ന് ചെയ്ത് നോക്കാം. 1.62 ബൈ 9.8 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ്, അതായത് അപ്രോക്സിമേറ്റ്ലി നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 1/6. എന്താണ്? 1/6 എന്നാണ് നമുക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് കിട്ടുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ, ഈ മൂണിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? 1/6 വാല്യൂ ഓഫ് ജി ഓൺ എർത്ത് ആണ്. മൂണിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? 1/6 വാല്യൂ ഓഫ് ജി ഓൺ എർത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 9.8/6 ആണ് എന്നർത്ഥം. 9.8/6 1/6 ഓഫ് എന്താണ്? വാല്യൂ ഓൺ ജി എന്നാണ് ഇതിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യം. ഓക്കെ. അപ്പൊ വാല്യൂസ് പഠിച്ചു വെക്കാം. ഇനി നമുക്ക് ഒരു 3 ക്വസ്റ്റ്യൻസും കൂടി ചെയ്യാനുണ്ട്. An artificial satellite of mass 10,000 kg stops working and falls down to the earth. We know that attraction between objects is mutual. The satellite attracts the earth with the same force with which the earth attracts the satellite. Okay. Height from the earth, radius of earth ഒക്കെ തന്നിട്ടുണ്ട്. What is the acceleration of the satellite? What is the acceleration of the earth എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ തൊട്ട് മുന്നേ ഒരു എയറോപ്ലെയിന്റെ ക്വസ്റ്റ്യൻ ചെയ്തില്ലേ, അതേപോലെ തന്നെയാണ് ഏകദേശം ഇത് വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഒരു എർത്ത് ഉണ്ട്. ഇത് എർത്ത് ആണ്. എർത്തിന് എത്ര ദൂരെയാണ്? ഹൈറ്റ് ഫ്രം ദി എർത്ത് 5000 മീറ്റർ അല്ലെ. ഏകദേശം 5000 മീറ്റർ ഇവിടെ എന്താണ്? ഒരു സാറ്റലൈറ്റ് ഉണ്ട്. സാറ്റലൈറ്റിന്റെ മാസ് എത്രയാണ് തന്നിട്ടുള്ളത്? 10,000 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ. ഇനി എന്താണ്? മ്യൂച്വൽ ആയിരിക്കും അല്ലെ. ഭൂമി സാറ്റലൈറ്റിൽ കൊടുക്കുന്ന ഫോഴ്സും സാറ്റലൈറ്റ് ഭൂമിയിൽ കൊടുക്കുന്ന ഫോഴ്സ് എന്താണ്? ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ആക്സിലറേഷൻ ഓഫ് ദ സാറ്റലൈറ്റ് എന്നാണ് ചോദിച്ചത്. ആക്സിലറേഷൻ ആണ് കാണേണ്ടത്. ആക്സിലറേഷൻ കാണണമെങ്കിൽ എന്തിന്റെ ആവശ്യമുണ്ട്? എയുടെ ആവശ്യമുണ്ട്. എഫിന്റെ ആവശ്യമുണ്ട് അല്ലെ. കാരണം എഫ് ഈക്വൽ ടു എം എ ആണ് അല്ലെ. ഇതിന് എ കാണണമെങ്കിൽ എഫിന്റെ ആവശ്യമുണ്ട്. എഫ് എങ്ങനെ കാണുക? നമ്മുടെ ഇക്വേഷൻ അല്ലെ. ഏതാണ് ഇക്വേഷൻ? എഫ് ഇസ് ഈക്വൽ ടു ജി എം എം ബൈ ആർ സ്ക്വയർ. ജി എം എം ബൈ ആർ സ്ക്വയർ. ഇത് ഞാൻ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യൂല, ജസ്റ്റ് ആൻസേഴ്സ് മാത്രം ചെയ്ത് കാണിക്കുക ചെയ്യുക. കാരണം കഴിഞ്ഞ എയറോപ്ലെയിൻ്റെ കേസ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചല്ലോ, അതേപോലെ തന്നെയാണ് ഇതും വരിക അല്ലെ. അപ്പൊ ജി എത്രയാണ്? 6.67 ഇൻറ്റു 10⁻⁻11 ഇൻറ്റു എം എന്താണ്? മാസ് ഓഫ് എർത്ത്. മാസ് ഓഫ് എർത്ത് എത്ര? 6 ഇൻറ്റു 10⁻24 ഇൻറ്റു എം എന്താണ്? മാസ് ഓഫ് സാറ്റലൈറ്റ്. മാസ് ഓഫ് സാറ്റലൈറ്റ് 10,000 ആണ്. അപ്പൊ 10⁻4 അല്ലെ. ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ആർ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഈ 5000 പ്ലസ് 6.4 ഇൻറ്റു 10⁻6 ആണ് അല്ലെ. അപ്പൊ ഇത് പ്ലസ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്ര കിട്ടും? 6405123 ഇത്രയും സ്ക്വയർ എന്ന് കിട്ടും. ഇനി വേണമെങ്കിൽ നിങ്ങൾ പോയിന്റിലാക്കി എഴുതാണെങ്കിൽ 6.4 ഇൻറ്റു 10⁻12345 ഇൻറ്റു 10⁻6 എന്ന് കിട്ടും. അപ്പൊ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഫ് കിട്ടാം.
ഫോഴ്സ് അപ്രോക്സിമേറ്റ് ആയിട്ട് കിട്ടുക 97552 ന്യൂട്ടൺ എന്നാണ് നമുക്ക് ഫോഴ്സ് കിട്ടുക. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ആക്സിലറേഷൻ ഓഫ് ദ സാറ്റലൈറ്റ് കാണാം അല്ലെ. ആക്സിലറേഷൻ ഓഫ് ദ സാറ്റലൈറ്റ് എന്താണ്, A = F/m ആണ് അല്ലെ. F എത്രയാണ്, 97552 ഡിവൈഡഡ് ബൈ m അല്ലെ. m എന്താണ്, സാറ്റലൈറ്റിന്റെ മാസ് എത്രയാണ്, സാറ്റലൈറ്റിന്റെ മാസ് ഇത്രയുമാണ് സാറ്റലൈറ്റിന്റെ മാസ് അല്ലെ. അപ്പൊ എത്രയുണ്ട്, 1234 അപ്പൊ എത്ര കിട്ടി, 9.75 m/s² എന്ന് കിട്ടി. ആരെ ആക്സിലറേഷൻ ആണ് ഇത്, സാറ്റലൈറ്റിന്റെ ആക്സിലറേഷൻ ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് സാറ്റലൈറ്റിന്റെ ആണ്. ഇനി എർത്തിന്റെ നമുക്ക് കാണാം =F/m, സെയിം സ്റ്റെപ്പ് തന്നെ അല്ലെ. 97552 ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും, മാസ് ഓഫ് എർത്ത് എത്ര, 6 × 10⁻24 അല്ലെ. ഈ 24 മേലോട്ടേക്ക് പോകുമ്പോൾ ഇൻറ്റു 10⁻⁻24 എന്നാവും. പിന്നെ ഇത് സോൾവ് ചെയ്ത് ലാസ്റ്റ് കിട്ടുന്ന വാല്യൂ ആണ് 1.625 × 10⁻⁻20. അതായത് അത്രയും വളരെ വളരെ ചെറിയ ഒരു വാല്യൂ ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ അല്ലേ. നമ്മൾ നെക്സ്റ്റ് കഴിഞ്ഞ എയ്റോപ്ലെയിന്റെ സെയിം സാധനം തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, an object of mass 10 kg is allowed to fall to the ground from a height of 20 meter. എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ഒരു ഒബ്ജക്റ്റ് ഉണ്ട് അല്ലെ, ഒരു 20 മീറ്റർ ഹൈറ്റിലാണ് ഈ ഒരു ഒബ്ജക്റ്റ് ഉള്ളത് അല്ലെ. ഈ ഒബ്ജക്റ്റിന്റെ മാസ് എത്രയാണ്, മാസ് 10 kg ആണ്. എവിടത്തേക്കാണ് വീഴുന്നത്, ഇത്രയും ഹൈറ്റിൽ നിന്ന് താഴോട്ടേക്കാണ് വീഴുന്നത്. അങ്ങനെയാണെങ്കിൽ ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു റീച്ച് ദ ഗ്രൗണ്ട്, എത്ര സമയം കൊണ്ടാണ് ഈ ഒരു ഗ്രൗണ്ടിൽ എത്തുക. കാൽക്കുലേറ്റ് ദ ടൈം റിക്വയർഡ് ടു റീച്ച് ദ ഗ്രൗണ്ട് ഇഫ് ഇറ്റ് ഈസ് ഓൺ ദി മൂൺ, മൂണിലാണെങ്കിൽ എത്ര സമയം കൊണ്ട് എത്തും എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എത്ര സമയം കൊണ്ട് ഇവിടെ എത്തും, എർത്തിലാണെങ്കിൽ എത്ര സമയം കൊണ്ട് എത്തും, മൂണിലാണെങ്കിൽ എത്ര സമയം കൊണ്ട് എത്തും എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് ഇവിടെ, നമുക്ക് മാസ് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്, ടൈം കാണണം അല്ലെ. ടൈമാണ് കാണേണ്ടത്. അപ്പൊ ഏത് ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം, ഹൈറ്റ് ഉണ്ട് അല്ലെ. ഹൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം, S = ut + ½ AT² അല്ലെ, ½ AT². V = u² + 2as എന്താ അവിടെ യൂസ് ചെയ്യാത്തത്, കാരണം എസ് ഉണ്ട് പക്ഷെങ്കിൽ അവിടെ ടി ഉണ്ടോ, ഇല്ല. ടി ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എസ് എത്രയാണ്, എസ് 20 മീറ്റർ ആണ് അല്ലെ. അപ്പൊ 20 = u എന്തായിരിക്കും, ഇനീഷ്യൽ അല്ലെ. ഇനീഷ്യൽ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇടുമ്പോൾ ഇനീഷ്യൽ, അപ്പൊ യു എന്തായിരിക്കും, യു 0 ആയിരിക്കും അല്ലെ. അപ്പൊ 0 × t എത്രയാണ്, 0 തന്നെ അല്ലെ. അപ്പൊ 0 + ½ a എത്രയായിരിക്കും നമുക്കിവിടെ, ആക്സിലറേഷൻ എത്ര ഇവിടെ പറഞ്ഞിട്ടുണ്ടോ, ആക്സിലറേഷൻ എത്ര എന്ന് പറഞ്ഞിട്ടുണ്ടോ, ഉണ്ട്. എത്രയാണ്, 10 m/s². ശരിക്കും എത്രയാണ്, 9.8 ആണ് അല്ലെ. നമുക്ക് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ 10 തന്നിട്ടുള്ളത്. അപ്പൊ എത്ര വരും, 10 വന്നു അല്ലെ. ആക്സിലറേഷൻ താഴോട്ടേക്കല്ലേ വീഴുന്നത് അല്ലെ, താഴോട്ടേക്ക് വീഴുന്നത് കൊണ്ട് 10 എന്ന് എടുത്തു അല്ലെ. 10 × ഇനി എന്താണ്, t². ഓക്കെ, ഇനി 20 s = 10/2 എത്രയാണ്, 5t² എന്ന് കിട്ടും. ഇനി 5നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും, 20/5 = t². 20/5 എത്രയാണ്, 4 ആണ് അല്ലെ. 4 = t². t² 4 ആണെങ്കിൽ t എത്രയായിരിക്കും, t = 2 സെക്കൻഡ് ആയിരിക്കും. t എത്രയായിരിക്കും, 2 സെക്കൻഡ് ആയിരിക്കും. ഇത് എവിടെയുള്ളതാണ്, ഇത് എർത്തിലുള്ളതാണ്. ഇനി എവിടെയുള്ള കാണണം, കാൽക്കുലേറ്റ് ദ ടൈം റിക്വയർഡ് ടു റീച്ച് ദ ഗ്രൗണ്ട് ഇഫ് ഇറ്റ് ഈസ് ഓൺ ദി മൂൺ, മൂണിലുള്ളതാണെങ്കിൽ എത്ര സമയം കൊണ്ടാണ് എത്തുക എന്നാണ് അടുത്തത് നോക്കാനായിട്ട് പോകുന്നത്. സെയിം സ്റ്റെപ്പ് തന്നെയാണ് കേട്ടോ. എന്താണ്, S = ut + ½ AT². എന് പകരം g അല്ലെ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പൊ S എത്രയാണ്, 20 = u എന്താണ്, 0 തന്നെ അല്ലെ. അപ്പൊ 0 + ½ × g ഇവിടെ എത്ര തന്നിട്ടുള്ളത്, 1.62 അല്ലെ. 1.62 × t² എന്ന് കിട്ടും അല്ലെ. അപ്പൊ 20 = 1.62/2 എത്രയാണ്, 0.81 t² എന്ന് കിട്ടും. 0.81 t². അപ്പൊ എന്താ, 20/0.81 = t². 20/0.81 എത്രയാണ്, 20/0.85 is 24.69 ആണ് t² കിട്ടുക. അപ്പൊ t എന്തായിരിക്കും, ഇതിന്റെ റൂട്ട് ആയിരിക്കും അല്ലെ. √(=
24.69. ഇവിടെ ഇപ്പൊ 25 ഉള്ളതെങ്കിൽ നമുക്ക് കണ്ണടച്ച് ചെയ്തായിരുന്നു t ഈക്വൽ ടു 5 ആണെന്നത്. അപ്പൊ ഇത് നമുക്ക് വേണമെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 5 എന്ന് എഴുതാം, 5 സെക്കൻഡ് എന്ന് എഴുതാം, അപ്രോക്സിമേറ്റ്ലി 5 സെക്കൻഡ് എന്ന് എഴുതാം. പക്ഷെ 5ലേക്ക് എത്തിയിട്ടില്ല, 4 പോയിന്റ് സംതിങ് ആയിരിക്കും, 4.8 4.9 അങ്ങനെ ഞാൻ സംതിങ് സെക്കൻഡ് കൊണ്ടാണ് 3 എത്തിയിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ അല്ലെ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ സ്റ്റോൺ ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വാർഡ് ഫ്രം ദ ലൂണാർ സർഫസ്. ഇഫ് ദ സ്റ്റോൺ റിട്ടേൺസ് ഇൻ 6 സെക്കൻഡ്, what is the initial velocity of the stone? What is the distance that can be covered by the stone? What will be the position of the stone after 6 seconds? അതായത് ഒരു സ്റ്റോൺ ഉണ്ട്, ഈ സ്റ്റോണ് ലൂണാർ സർഫസ് അതായത് മൂണിൽ നിന്നാണ് മേലോട്ടേക്ക് എറിയുന്നത്. ഈ സ്റ്റോണ് 6 സെക്കൻഡ് കൊണ്ട് താഴെ എത്തി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്താണെന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം അതാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം മേലോട്ടേക്ക് എറിഞ്ഞ് താഴെ എത്താൻ 6 സെക്കൻഡ് എടുത്ത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മേലോട്ടേക്കും താഴോട്ടേക്കും കൂടിയിട്ട് എന്താണ് 2 അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയിട്ടാണ് 6. അപ്പോൾ ഒരു സൈഡിലേക്ക് മാത്രം എത്രയായിരിക്കും? 3 സെക്കൻഡ് ആയിരിക്കും അല്ലേ, 3 സെക്കൻഡ് ആയിരിക്കും. ഓക്കെ, നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി കാണാം. ഒരു കല്ല് മേലോട്ടേക്ക് എറിഞ്ഞ് താഴോട്ടേക്ക് എത്തി അല്ലേ, അപ്പം മേലോട്ടേക്ക് എറിയുന്നതാണ് ഇനീഷ്യൽ വെലോസിറ്റി. താഴെ എത്തുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, വി എന്തായിരിക്കും? വി 0 ആയിരിക്കും അല്ലേ. അപ്പം നമുക്ക് യുവും വിയും ടിയും കണക്ട് ചെയ്തുള്ള ഏത് ഇക്വേഷനാണ് ഉള്ളത്? യെസ്, വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി അല്ലേ. വി എന്താണ്? 0 ആണ്, യു ആണ് കാണേണ്ടത്, പ്ലസ് എ ടി. ഓക്കെ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എങ്ങോട്ടേക്കാണ്? താഴോട്ടേക്കാണ് അല്ലേ. അപ്പം ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ എറിയുന്നത് അല്ലേ, ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ എറിയുന്നത്. അപ്പം എ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പം എ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കില്ല, നെഗറ്റീവ് ആയിരിക്കും. എന്തായിരിക്കും വാല്യൂ? ലൂണാർ സർഫസിലുള്ള ആക്സിലറേഷൻ ആയതുകൊണ്ട് 1.62 ഇൻറ്റു ടി എത്രയാണ്? 3 ആണ് അല്ലേ. അപ്പോൾ 1.62 ഇൻറ്റു 0 is equal to u minus 1.62 into 3. അപ്പോൾ 3 into 2 6, 6 3 18, 1 balance, 1 into 3 3 plus 1 4 അല്ലേ. അപ്പോൾ 4.86 എന്ന് കിട്ടും. അപ്പോൾ u എത്ര കിട്ടി? u is equal to 4.86 എന്ന് കിട്ടി. u equal to 4.86 meter per second. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ദാറ്റ് ക്യാൻ ബി കവേർഡ് ബൈ ദ സ്റ്റോൺ അല്ലേ. ഈ ഒരു കല്ല് മേലോട്ടേക്ക് പോയിട്ടുണ്ട്, അതേപോലെ തന്നെ എന്താ താഴോട്ടേക്ക് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ് കവർ ചെയ്തതെന്നാണ് നമ്മൾ അടുത്തത് നോക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ കയ്യിൽ യു ഉണ്ട്, വി ഉണ്ട്, പിന്നെ എന്താ നമ്മുടെ കയ്യിലുള്ളത്? ടിയും ഉണ്ട് അല്ലേ. വി ഉണ്ട്, യു ഉണ്ട്, ടി ഉണ്ട്, പിന്നെ എന്താണ് എന്താ കാണേണ്ടത്? ഡിസ്റ്റൻസ് എസ് ആണ് കാണേണ്ടത് അല്ലേ. അപ്പം എസ്സും വിയും അല്ലേ, എസ്സും വിയും യു ഒക്കെ ചേർന്നിട്ടുള്ള ഏത് ഇക്വേഷനാണ് നമ്മളുടെ കയ്യിലുള്ളത്? വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as അല്ലേ. വി എന്താണ്? വി 0 ആണ്. യു എത്ര കിട്ടിയിട്ടുണ്ട്? 4.86. വെറും 4.86 അല്ല, ഇതൊരു സ്ക്വയർ ഉണ്ട്, പ്ലസ് 2 ഇൻറ്റു എ. ഇനി എന്താണ്? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതാണ് നമുക്ക് തീരുമാനിക്കേണ്ടത്. എ എന്തായിരിക്കും? നോക്ക്, എ അല്ലേ, മേലോട്ടേക്ക് എറിഞ്ഞ് താഴോട്ടേക്ക് അല്ലേ, കല്ല് ടോട്ടൽ ഡിസ്റ്റൻസ് അല്ലേ, മേലോട്ടേക്ക് എറിഞ്ഞ് താഴോട്ടേക്ക് വീഴുന്നുണ്ട്. അപ്പോൾ സെയിം ഡയറക്ഷൻ തന്നെ. അപ്പോൾ എ എന്തായിരിക്കും? എ 1.62 തന്നെ ഇൻറ്റു എസ് ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഇതിനൊരു സൈഡിൽ വെച്ചിട്ട് ഇതിനെ വേറൊരു സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എന്ത് വരും? 2 ഇൻറ്റു 1.6 അല്ലേ. അപ്പോൾ 2 ഇൻറ്റു 1.6 ഇൻറ്റു എസ് ഇസ് ഈക്വൽ ടു 4.86ൻ്റെ സ്ക്വയർ, 4.86ൻ്റെ സ്ക്വയർ. അപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ടാവും അല്ലേ. 1.6 ഇൻറ്റു 2 എത്ര കിട്ടും? 6 ഇൻറ്റു 2 12, 1 ബാലൻസ്, 1 ഇൻറ്റു 2 2 പ്ലസ് 1 3 അല്ലേ. അപ്പോൾ 3.2 എസ് ആണ് ഇത് 4.86ൻ്റെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ എസ് എങ്ങനെ കാണാം? എസ് വിൽ ബി ഈക്വൽ ടു 4.86 ഇൻറ്റു 4.86 ഡിവൈഡഡ് ബൈ 3.2 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യുക? ഇതിനെ ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിച്ചാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ, ഒരു നെഗറ്റീവ് ഉണ്ടല്ലോ അല്ലേ, നെഗറ്റീവ് എത്ര കിട്ടും നമുക്ക്? ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 7.29 മീറ്റർ ആണ്. എത്രയാണ്? 7.29 മീറ്റർ. ഒരു ഡയറക്ഷനിലേക്കുള്ളത് മാത്രമാണ് 7.29 മീറ്റർ, ഒരു ഡയറക്ഷനിലേക്കുള്ളത് മാത്രമാണ് 1.29 മീറ്റർ. അങ്ങനെയാണെങ്കിൽ താഴോട്ടേക്കുള്ള ഡയറക്ഷനിലേക്ക് എത്ര തന്നെയായിരിക്കും? ഈ സെയിം തന്നെ ആയിരിക്കും അല്ലേ, ഡിസ്റ്റൻസ് നെഗറ്റീവ് വരൂല അല്ലേ. അങ്ങോട്ടേക്ക് 7.29 ആണെങ്കിൽ ഇങ്ങോട്ടേക്കും 7.29 അല്ലേ. അപ്പം മേലോട്ടേക്കും താഴോട്ടേക്കും എന്നുള്ള നിലയിൽ 7.29 പ്ലസ് 7.29 എത്ര കിട്ടി? 9 9 18 കിട്ടി. 1 2 2 4 1 പ്ലസ് 5 പ്ലസ്
40 അപ്പോൾ 14.58 മീറ്റർ എന്ന് കിട്ടി അല്ലേ. 14.58 മീറ്റർ എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. വാട്ട് വിൽ ബി ദ പൊസിഷൻ ഓഫ് ദ സ്റ്റോൺ ആഫ്റ്റർ 4 സെക്കൻഡ് അല്ലേ. 4 സെക്കൻഡിന് ശേഷം ആ സ്റ്റോണിന്റെ പൊസിഷൻ ആണ് കാണുന്നത് അല്ലേ. അപ്പം എന്താ പൊസിഷൻ? എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. പൊസിഷൻ എസ് ഇസ് ഈക്വൽ ടു യു എത്രയാണ്? 4.86 ഇൻറ്റു ടി എത്ര സമയത്തിൻ്റെ? 4 സെക്കൻഡ് അല്ലേ. അപ്പോൾ 4 + 1/2 ഇൻറ്റു എ എത്രയാണ്? എ -1.6 അല്ലേ. ത്രോൺ അപ്വേർഡ് ആണ് അല്ലേ. അപ്പം -1.62 ഇൻറ്റു ടി എത്രയാണ്? 4 സ്ക്വയർ ഇത് കിട്ടി അല്ലേ. അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? 4.86 ഇൻറ്റു 4 പ്ലസ് -1.62/2 എത്ര കിട്ടി? 1.62/2 ഇൻറ്റു 4 സ്ക്വയർ ഉണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് മൈനസ്, ഇവിടെ മൈനസ് ഉണ്ട് അല്ലേ. മൈനസ് എത്ര കിട്ടി? 12.96 അല്ലേ. 4.86 ഇൻറ്റു 4 എത്ര കിട്ടും നമുക്ക്? 19.44 മൈനസ് 12.96. അപ്പോൾ ഇത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് 6.48 മീറ്റർ. ഓക്കെ. അപ്പോൾ 4 സെക്കൻഡിൽ അല്ലേ, 4 സെക്കൻഡിൽ ഈ കല്ല് എവിടെയാണ് ഉണ്ടാവുക? ഈ 6.48 മീറ്റർ ഉയരത്തിലായിരിക്കും ഉണ്ടാവുക. ക്ലിയർ അല്ലേ? ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക.